എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പഴയ മോഡലിൽ ഒരു മീൻ കറിയാണ് ഇന്നിവിടെ വെക്കാൻ പോകുന്നത്. പണ്ടത്തെ അമ്മച്ചിമാരൊക്കെ വെക്കുന്നൊരു കറിയാണ്. അടിപൊളി കറിയാണ് ഇങ്ങനൊരു കറി വെച്ചാൽ. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നുള്ള നമുക്ക് ഈ വീഡിയോ കൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കാണാം. ആദ്യം നമുക്ക് ഒരു ചട്ടിക്കകത്തോട്ട് കുറേ കറിവേപ്പില നമുക്ക് ഇങ്ങനെ നിരത്തിയിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറേ പുളി, ആവശ്യത്തിനുള്ള പുളി എടുത്തിട്ട് അതിൻ്റെ പകുതി നമുക്ക് ഇതിനകത്തോട്ട് ചെതറി കൊടുക്കാം. പിന്നെ നമുക്ക് മീൻ കഷ്ണങ്ങൾ പറക്കിയിട്ട് കൊടുക്കാം. പണ്ടിങ്ങനെയായിരുന്നു അമ്മച്ചിമാരൊക്കെ കറി വെച്ചിരുന്ന മീൻ കറി. നല്ല തിളയ്ക്കുമ്പോഴത്തേ നല്ല പുളിയുടെയും ഒക്കെ നല്ലൊരു മണം വരുമായിരുന്നു. ഇപ്പോൾ ആരും അങ്ങനെ വെക്കാറില്ല. ഇപ്പോൾ എല്ലാവരും പെട്ടെന്നൊരു പല മോഡലുള്ള മീൻ കറിയൊക്കെയാണ് എല്ലാവരും വെക്കുന്നത്. അപ്പോൾ ഇന്നൊരു മീൻകറി ഇങ്ങനെ ആകട്ടെന്ന് വെച്ചിട്ടാണ് ഈ മീൻകറി ഇങ്ങനെ വയ്ക്കുന്നത്. ഇങ്ങനെ പാകിയതിന് ശേഷം അതിൻ്റെ മണ്ടയ്ക്ക് നമുക്ക് ഇനിയും വേണമെങ്കിൽ കറിവേപ്പില ഇടാം. അങ്ങോട്ട് നമുക്ക് മാറ്റി വെച്ചിട്ട് അതിനുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. മീൻകറിക്ക് ആവശ്യമുള്ള മുളക് പൊടി നമുക്കെടുക്കാം. ഒരു 3 സ്പൂൺ പിരിയം മുളകും മറ്റൊന്നും പൊടിച്ച് വെച്ചിരിക്കുന്ന മുളക് പൊടിയാണ്. അതിനുശേഷം മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പേ വെച്ചിട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് പാൻ അടുപ്പേ വെച്ചിട്ട് മുളകൊന്ന് ചൂടാക്കിയെടുക്കാം. ഇത് നമ്മൾ വെയിലത്ത് വെച്ച് പൊടിക്കുന്ന മുളക് പൊടിയാണ്. നമ്മൾ വറക്കാതെയാണ് ഈ മുളക് പൊടി നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ നമുക്ക് വറുത്ത് എടുക്കാം. അതിനുശേഷം ഒരു പാത്രത്തിൽ നമുക്ക് തണുക്കാൻ ഇട്ട് കൊടുക്കാം. പണ്ടൊക്കെ നമ്മൾ മുളക് അടപ്പ വെച്ച് വറുത്താണ് നമ്മൾ പൊടിക്കാറുള്ളത്. ഇപ്പോൾ എല്ലാവരും വെയിലത്ത് വെച്ചിട്ട് നമ്മൾ പൊടിച്ചെടുക്കും. അപ്പോൾ നമ്മൾ ചൂടാക്കുന്നില്ലല്ലോ, അടപ്പ വെച്ച് ചൂടാക്കാത്തതുകൊണ്ട് നമുക്ക് ഈ രീതി വേണമെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് മീൻകറി കറി വെച്ചാൽ ടേസ്റ്റോട് കൂടി നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് ഇങ്ങനെ ചാരിച്ചതിന് ശേഷം നമുക്ക് മിക്സിക്കകത്ത് അരച്ചെടുക്കണം. ജാറിനകത്ത് നമ്മൾ കലക്കിയതിന് ശേഷം ജാറിനകത്തോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം.